Hi guys, welcome back to our channel Brother and Sisters Vlog. ഗൈസ് ഇന്നും ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം തന്നെ അറിയാം എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ, സ്പെഷ്യൽ വീഡിയോ ആയിട്ട് കാര്യം വരുന്നത്. അപ്പം എന്താണ് വീഡിയോ എന്ന് പറയുന്നതിന് മുന്നേ ഞങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ കുഞ്ഞ് ബെല്ലൈക്കൻ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പം ഇന്ന് സിസ്റ്ററിൻ്റെ ബർത്ത്ഡേ ആണ്. നാളെ ബർത്ത്ഡേ ആണ്, 12 മണിക്ക് വിളിക്കണം, മറക്കരുത്. അപ്പോൾ ഞങ്ങളെ വീട്ടിൽ ബർത്ത്ഡേ അങ്ങനെ ആഘോഷിക്കൊന്നുമില്ല, പക്ഷേ എല്ലാവരും ബർത്ത്ഡേക്കും കേക്കൊക്കെ കട്ട് ചെയ്യും. അതെപ്പോഴും ഉണ്ടാവലുണ്ട്, 1-2 കേക്കൊക്കെ കട്ട് ചെയ്യും. അപ്പോൾ ഇവക്കാണെങ്കിൽ സർപ്രൈസ് ഭയങ്കര ഇഷ്ടമാണ്. അത് തോന്നുന്നു ഇപ്പോൾ എത്രയോ ദിവസം ഈ ബർത്ത്ഡേൻ്റെ 1 മാസം മുന്നേ പരിപാടി, എനിക്ക് എന്തായാലും ഗിഫ്റ്റ് വേണം, അങ്ങനെ വേണം, അങ്ങനെ വേണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് എന്തായാലും കേക്ക് കട്ട് ചെയ്യുന്നുണ്ട്. ആ കേക്ക് കട്ടിങ് ഓൾ വിചാരിക്കാത്ത ടൈമിലാകുമ്പോൾ ഒക്കെ ഒന്നുകൂടി ഒരു സന്തോഷം, സർപ്രൈസ് ആകുമെന്ന് വിചാരിക്കണം. അപ്പം ഞങ്ങൾ November 21 ഓൾ ബർത്ത്ഡേ. അപ്പം ഞാൻ വീട്ടിലാണ്, എൻ്റെ വീട്ടിലല്ല, ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ്. അപ്പോൾ അവിടുന്ന് വീട്ടിൽ പോകണം. വീട്ടിൽ പോയിട്ട് ഒരു 2 സ്കൂൾക്ക് പോയതാണ്. ഓനോട് പറയാം, പക്ഷെ ഓനോട് പറഞ്ഞാൽ ഓനോട് പറയും, ഓനങ്ങനെ ഉള്ളിൽ ഇങ്ങനെ വെച്ചിരിക്കാനൊന്നും കഴിയില്ല, പിന്നെ അത് സർപ്രൈസ് ആവില്ല. അതുകൊണ്ട് ഒരു സ്കൂളിട്ട് വരുമ്പോഴത്തേനും അവിടെ ചെന്ന് അതൊക്കെ സെറ്റാക്കണം. എന്നിട്ട് പ്ലാൻ എന്താണെന്ന് ചോദിച്ചാൽ രാത്രി ഞാൻ ഓളോട് ഇരുന്നാണ് അങ്ങനെ പറയും, നമുക്ക് 12 മണിക്ക് എവിടേക്കെങ്കിലും പോയി കേക്ക് മുറിക്കാൻ പുറത്ത് പോയി എന്നൊക്കെ പറയും. ഞങ്ങൾ വീടൊന്നുമില്ല, പക്ഷെ ഇതൊരു കാര്യമായതുകൊണ്ട് ഞാൻ നോന്ന് പറഞ്ഞെങ്ങാണ്ട് ഇതാക്കും. എന്നിട്ട് ഞാനിപ്പച്ച് സമ്മതിച്ചു എന്നൊക്കെ പറഞ്ഞങ്ങാണ്ട് ഓക്കെ ആക്കും. എന്നിട്ടൊരു 11:15 അവളോട് ഒരുങ്ങി വരാൻ പറയും. നേരെ ഞാൻ പറയും, അപ്പം എൻ്റെ റൂം മുകളിലാണ്. അപ്പം അവിടെ പോയിട്ട് ഷാൾ എടുക്കണം, ഇതിൻ്റെ കൂടെ വാറിനങ്ങാണ്ട് പോകും. അപ്പം അവിടെ സർപ്രൈസ് സെറ്റാക്കി വെച്ചേക്കും. അപ്പോൾ അത് കാണും. ഒളിഞ്ഞിട്ടോ ഇതൊന്നും നമുക്കറിയില്ല. എന്തായാലും അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കണം. ഇനി വല്ല മാറ്റം ഉണ്ടാകുമെന്നും അറിയില്ല, ഇതുവരെ അങ്ങനെയാണ്. അപ്പം അത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ കേക്ക് ഓർഡർ ചെയ്തിരിക്കണം, രാത്രി 8 മണിക്കാണ് കിട്ടുക. അപ്പോൾ ഓളോട് എന്തെങ്കിലുമൊക്കെ നോണ പറഞ്ഞാണ്ട് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും. അപ്പോൾ ഞാൻ പറയാം, ഞാൻ കുട്ടീൻ്റെ മരുന്നെടുക്കാൻ മറന്ന്, അപ്പോൾ അങ്ങനെ പോയിട്ട് എടുത്തിട്ട് വരാമെന്നൊക്കെ പറഞ്ഞാണ്ടൊക്കെ പോകും. പിന്നെ ഇത് പൊളിയോ ഒന്നും നമുക്കറിയാം, കാരണം ഇപ്പച്ചിനോട് കാര്യങ്ങൾ പറഞ്ഞിരിക്കണം. ഇപ്പച്ചിയാണെങ്കിൽ ഇത് സർപ്രൈസൊന്നും ഞങ്ങൾ ഇതുവരെ കൊടുക്കാത്തതുകൊണ്ട് ഇപ്പച്ചി അത് ഉള്ളിൽ വെക്കുമെന്നും അറിയില്ല, ഞങ്ങളോട് പറയുമെന്നും അറിയില്ല. അപ്പം ഇത് സർപ്രൈസ് ആകുമോ പൊളിയൊന്നും അറിയില്ല, പക്ഷെ എന്തായാലും ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യും. സർപ്രൈസ് ആകുകയാണെങ്കിൽ അവൾ ചിലപ്പോൾ ഒന്ന് ഞെട്ടിക്കാരും, പക്ഷേ അവൾ കരയൊന്നുമില്ല, അങ്ങനെ പെട്ടെന്ന് കരയണമൊന്നുമല്ല. അപ്പം ഇങ്ങനെയാണ്. അപ്പോൾ സ്കൂളിട്ട് 5 മണിയാകും, സ്കൂളിട്ട് വരുമ്പോൾ. സ്കൂളിട്ട് 5 മണി ആകുമ്പോഴത്തേന് നമ്മളവിടെ പോയി ഒന്ന് ഓക്കെ ആക്കണം. വലിയതൊന്നുമില്ല, ജസ്റ്റ് ബലൂൺ വെച്ചിങ്ങനെ ഇതാക്കണേ ഉള്ളൂ. എനിക്കറിയില്ല അങ്ങനെ ചെയ്യാനൊന്നും, ഞാനും ആദ്യമായിട്ടാണ് ചെയ്യണത്. അതുകൊണ്ട് എന്തൊക്കെയൊക്കെ അതിൽ കുറവ് വരികയെന്നൊന്നും അറിയില്ല. എന്തായാലും ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ച് കുറേ വ്ളോഗ് എടുത്തു. അപ്പം വ്ളോഗ് എടുക്കാമെന്ന് കരുതി. ഇപ്പം എന്തായാലും ഇവിടുന്ന് അങ്ങോട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. അതേപോലെ തന്നെ ഇതിപ്പോൾ ഇങ്ങനെ വരാൻ കാരണം 28-ാം തീയതി ആമിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം അന്ന് ഇങ്ങനെ ചെറുതായിട്ട് പരിപാടി കഴിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം അന്ന് മുതൽ ഓള് പറയണത് എൻ്റെ ബർത്ത്ഡേക്കൊന്നുമില്ല, അങ്ങനെ പറയുന്നുണ്ട്, എന്തായാലും എൻ്റെ ബർത്ത്ഡേക്കും ആണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് വിചാരിക്കുന്നത്. ഓക്ക് എനിക്കെന്താ വാങ്ങേണ്ടതെന്ന് പറയും. അപ്പോൾ ഓക്ക് ഫ്രെയിം ഭയങ്കര ഇഷ്ടമാണുള്ള ഫോട്ടോയിൽ. അപ്പോൾ ഞാനൊരു ഫ്രെയിം വാങ്ങിയിരിക്കണേ, പക്ഷെ ഇത് ഫ്രെയിം വാങ്ങിയിരിക്കണം, പക്ഷെ ഇതിങ്ങനെ പൊതിഞ്ഞൊക്കെയാണ്. അതുകൊണ്ടിപ്പോൾ ഞാൻ കാണിച്ചു തരുന്നില്ല, ഇപ്പം എത്തിയിട്ടുള്ളൂ. ഞാൻ അപ്പോൾ വിളിക്കുമ്പോൾ കാണിച്ചിട്ട്, ഞാനിത് കണ്ടിട്ടൊന്നുമില്ല, ഞാൻ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ. എനിക്കിത് തുറക്കാനൊക്കെ നല്ല പൂതിയുണ്ട്, പക്ഷെ ഞാൻ തുറക്കലില്ല. അപ്പോൾ ഗൈസ് ഞങ്ങൾ പോകാൻ ഒരുങ്ങി സെറ്റായി. യാമി ഒരുങ്ങിയിരിക്കണ്, മുടിയൊക്കെ ആകെ കോളാക്കിയിരിക്കണം. എന്താ യാമി ചിരിച്ച യാമി?
ഞാൻ ചിരിച്ചില്ല. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കി കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഗൈസ് വീട്ടിലെത്തി. അപ്പം ഞാൻ തുടങ്ങാൻ പോവാണ്. കർട്ടൻ ഇങ്ങനെ ആക്കി വെച്ചിരിക്കണം. ഒക്കെ നമ്മൾ വീട്ടിലുള്ള ഓരോരോ ചെറിയ ചെറിയ സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ബർത്ത്ഡേ സെലിബ്രേഷനാണ്. അപ്പം ഞാനിപ്പോൾ നമ്മുടെ ഒരു ബെഡ്ഷീറ്റ് കൊണ്ട് ഇങ്ങനെ കർട്ടൻ പോലെ ആക്കി വെച്ചിരിക്കണ്. പിന്നെ അതിന്മേൽ കുറച്ച് ബലൂൺസ് വെക്കുക, ലൈറ്റ്സ് വെക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഗൈസ് ഞാനൊക്കെ സെറ്റാക്കിയിരിക്കുന്നത്. പക്ഷേ ഞാൻ വിചാരിച്ച പോലെ ഒന്നും ആയില്ല. കുറേ ഇങ്ങോട്ട് ചെരിഞ്ഞിങ്ങാണ്ടായി, കുറേ അങ്ങോട്ട് ചെരിഞ്ഞിങ്ങാണ്ടായി. ഒന്നൊരു ഇത് കിട്ടിയില്ല. എന്നാലും അതൊക്കെ മതി. അപ്പോൾ ഞങ്ങൾ മൂത്ത ബദർ ഖത്തറിലാണ്. അപ്പോൾ എൻ്റെ വാക്ക രാത്രി ബ്രോസ്റ്റ് വാങ്ങി തന്ന്. അപ്പോൾ അതൊക്കെ കഴിച്ച് സെറ്റായി. അപ്പോൾ ഗൈസ് രാത്രി 8 മണി കഴിഞ്ഞ് ഞങ്ങൾ കേക്ക് വാങ്ങിക്കൊണ്ടുവരാൻ പോവുകയാണ്. അവളോട് നോണയൊക്കെ പറഞ്ഞങ്ങാണ്ട് ഇറങ്ങിക്കണം. ഇതുവരെ എല്ലാം ഓക്കെയാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഓക്കെ ആക്കണം, ആക്കും. ഓക്കെ. അപ്പോൾ ഗൈസ് കേക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് വീട്ടിൽ പോകാം. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബ്രദർ ആൻഡ് സിസ്റ്റേഴ്സ് വ്ലോഗ്. ഗൈസ് ഇന്നത്തെ വീഡിയോ എന്താന്ന് ചോദിച്ചാൽ നാളെ ഉള്ള ബർത്ത്ഡേ ആണ്. അപ്പം എന്താ പരിപാടി? 11 ഒരു 11:30-11:45 ആകുമ്പോൾ അല്ലേ പുറത്ത് പോയി കേക്ക് കട്ട് ചെയ്ത് വരാമെന്ന് വിചാരിക്കുന്നു. സെറ്റല്ലേ? അപ്പം ചേക്കോ? ഹായ് ഗായ്സ്, ഇത് സമയം 11:15. നല്ല ഉറക്കം വരുന്നുണ്ട്. യാമി ഉറങ്ങണുണ്ട്, അതിൻ്റെ ഇടയിൽ കൂടെ എണീക്കുന്നുണ്ട്, കരയുന്നുണ്ട്. യാമിക്ക് രാത്രി ഉറക്കം സെറ്റല്ല. കുട്ടികൾ ഉറങ്ങി. അപ്പോൾ ഇതുവരെ എല്ലാം ഓക്കെയാണ്. ഇനി എന്തായാലും കോളാകൊന്നുമില്ല. ഞങ്ങൾ സർപ്രൈസ് ആകില്ലേ എന്നറിയില്ല. അത്ര മാത്രമേ ഉള്ളൂ. മുട്ട ഗൈസ് നമുക്ക് കേക്ക് കൊണ്ടുപോയി ഇവിടെ വെക്കാം. ഓക്കെ. അപ്പോൾ ഗൈസ് ഓള് ഉറങ്ങിയായിരുന്നു. അപ്പോൾ ഓളെ എണീപ്പിച്ച് ഫ്രഷാക്കി മാറ്റി നിർത്തി. ഹലോ ഗൈസ്, അപ്പം അങ്ങനെ സമയം നമ്മൾ പറഞ്ഞ ടൈമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുറത്ത് പോകാൻ നിൽക്കുകയാണ്. പക്ഷേ ഈ ഷാൾ രസമല്ലല്ലോ എനിക്ക്. ആ മുകളിൽ നിന്ന് മറ്റേ ഷാൾ എടുത്തിട്ട് പോകാം. അത് കഴിഞ്ഞ് ഞങ്ങൾ പോവും. അപ്പോൾ പോകുന്ന വീഡിയോ കാണാം. അപ്പം അങ്ങനെയൊക്കെ സെറ്റാക്കിയോളം മുകളിൽ കൊണ്ടുപോയി ഞാൻ എൻ്റെ റൂമിൽ ചെന്ന് എന്നോട് ഞാൻ പറഞ്ഞു ഷാളൊക്കെ ഒന്ന് തിരഞ്ഞെടുക്കാൻ അപ്പോൾ വരാമെന്ന്. അപ്പത്തെ റൂമിൽ പോയി നിൽക്കുകയാണ്. അപ്പം ഗൈസ് ഓള് വരുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഞങ്ങൾ കൊടുത്ത സർപ്രൈസ് അതേപോലെ സെറ്റായി വന്നിക്കണ്. അപ്പം നമുക്കിനി കേക്ക് കട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഞാനിപ്പോൾ നീച്ച് നമ്മളെല്ലാവരും കൊണ്ടുവരും. അപ്പം നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. मेरे शाने पर सर रखे तू, मैं नींद कहूँ तू सो जाए, जला एक ऐसी नज़्म कहूँ जो लफ्ज़ कहूँ वो हो जाए, मैं दिल लिखूँ तू दिल थामे, मैं സർപ്രൈസ് ഒക്കെ ഞങ്ങൾ വിചാരിച്ച പോലെ സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇഷ്ടപ്പെട്ടോ? കാരണോട് പ്രതീക്ഷിക്കൂല. എന്താ ഞങ്ങൾ ഇതുവരെ അങ്ങനെ സർപ്രൈസും കാര്യങ്ങളൊന്നും ഇതാക്കിയിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ കേക്ക് കട്ട് ചെയ്യും എന്നല്ലാതെ അങ്ങനത്തെ വലിയ പരിപാടികളൊന്നും ആക്കിയിട്ടില്ല. അപ്പം എന്തായാലും സർപ്രൈസ് ഒക്കെ സെറ്റ് ആയിക്കണ്. ഒരു ഗിഫ്റ്റ് കൂടിയും കൊടുത്തു കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. के चीज क्या है ख्वाब तारे हमने जाने, तेरे सर का साज बनके होती क्या है रागदारी. അപ്പോൾ ഗൈസ് വീഡിയോ ഒക്കെ സെറ്റായി. നമ്മൾ പ്രതീക്ഷയിലാരും സെറ്റായി. ഇവിടെ വെച്ച് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്.
ഞങ്ങളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കുഞ്ഞു ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പം അടുത്ത വീഡിയോ ആയി വരുന്നത് വരെ ബൈ.